കുളുക്കുമല സൺറൈസ് കാണാൻ പോവാണ് ഗൈസ്. ഹലോ ഗൈസ്, രാവിലെ നിങ്ങളെ വാരിപ്പറിക്കുന്ന നേരം മൂന്നാർക്ക് പോണേന്റെ ഒറ്റ ലക്ഷ്യമുള്ളൂ, അത് കൊളുക്കുമലയാണ്. നമ്മൾ എവിടെ പോയാലും എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാം, ഇല്ലെങ്കിൽ നമ്മുടെ വയറൊക്കെ ഗുബുഗുമാന്ന് സൗണ്ട് ഉണ്ട്. ഫോട്ടോ ലൈറ്റ് ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഒരു പിരമിഡ് തന്നെ മേടിച്ച് പ്ലേറ്റ് വെച്ച് ഇവളുടെ ഈ ചായ കണ്ടിട്ട് ഇവിടുത്തെ കടയിലെ ചേട്ടൻ നിൽക്കാൻ ഓഫർ വരെ കൊടുത്തു. ആ ഓഫർ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു. വണ്ടി ഓടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ കുണ്ടിയെല്ലാമേ പോച്ച്. അതെ ഗൈസ്, അങ്ങനത്തെ ഒരു സാധനം ബാക്കിലുണ്ടോ തന്നെ സംശയമായിരുന്നു. സോട്ടാണെങ്കിൽ ഈ ഒരു ചെറിയ ബാഗിനകത്ത് ഒരു കുന്ന ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് അതിന്റെ കൂടെ ഒരു കൊന്തെങ്കിലും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എന്റെ നടുവിന്റെ ഗൈഡ് കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ട് 2 മണിക്കാണ് നമ്മുടെ സ്റ്റേയിൽ ചെക്കിനാണ്. അതുകൊണ്ട് ഗ്യാപ്പ് റോഡ് വഴി 2 റൗണ്ട് ഒക്കെ അടിച്ച് നേരെ സ്റ്റേയിലേക്ക് വിട്ടു. ഗൈസ്, ഇതാണ് നമ്മൾ സ്റ്റേ അടിക്കാൻ പോണ പ്രോപ്പർ സംഭവം. ഒരു വൈബ് സ്ഥലാട്ടാ. രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ലുക്കൊക്കെ മാറണം ഞാൻ കാണിച്ചു. ഇത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പോഴത്തേക്ക് സോട്ടോ പകുതിയിലുണ്ട്. ഗൈസ്, ഇതാണ് എന്റെ എഫ്രൈം. വല്ലാത്തൊരു ആംബിയൻസ് ആട്ടോ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടും. ഇവര് ക്യാമ്പ് ഒക്കെ സെറ്റ് ആക്കണ സ്ഥലമൊക്കെ നോക്കി. ഇവിടെ ഒരുത്താണെങ്കിൽ വന്നപ്പോ തന്നെ അവളുടെ കൂട്ടുകാരനായിട്ട് സെറ്റ് ആയി. ഞാൻ ജസ്റ്റ് എന്റെ എഫ്രൈമിന്റെ ബാക്കിലേക്ക് ഒന്ന് പോയി. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിടില സീനൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചെറിയൊരു ട്രക്കിങ്ങിന് വേണ്ടി പോയി. സൺസെറ്റ് കാണാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്നത്. 2 സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് തന്നെ സച്ചിന്റെ ഒക്കെ പാദം. ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൺസെറ്റ്. നല്ല പിക്കൊക്കെ എടുക്കാൻ വേണ്ടി കിടില ആംബിയൻസ് ആട്ടോ ഇവിടെ. അവിടെ വന്നൊരു കപ്പിൾസിന്റെ ക്യാമറ കിട്ടിയോണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. പിന്നെ കുറച്ച് പീസ്ഫുൾ ആയിട്ട് ഞങ്ങൾ ആ തേയിലത്തോടെ നടക്കൂടി അങ്ങനെ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ. അങ്ങനെ ചായ കുടിച്ചിട്ട് കുറച്ചേരം പോയി റെസ്റ്റ് എടുത്തു. പിന്നെ ചില്ലാൻ വേണ്ടി ഓരോ ബിയർ ഒക്കെ അടിച്ച് ഞങ്ങൾ നേരെ ക്യാമ്പ് ഫയറിൽ ജോയിൻ. പിന്നെ ഒന്നും പറയണ്ട ഗൈസ്, ഫുൾ ഓളായിരുന്നു. ഒരു ബ്രോ ആണെങ്കിൽ റോപ്പാട്ടൊക്കെ വന്നിട്ട് ഇതുവരെ കാണിക്കാത്ത സാധനമൊക്കെ കാണിക്കും. അങ്ങനെ ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് പോയി ചില്ലപ്പ. നാളെ 5:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് കൊളുക്കുമല പോലുള്ള ജീപ്പ്. വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് കൊളുക്കുമല വൈബ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇപ്പൊ ഞാൻ പോയി കുറച്ച് ഉറങ്ങിയിട്ട് വരാം. ഓക്കെ, ബൈ.